രാവിലെ ഉണരുമ്പോൾ തളർച്ചയാണോ അതോ നല്ലൊരു ഉറക്കം ഇപ്പോഴും സ്വപ്നം മാത്രമാണോ? നിങ്ങളുടെ സുഖനിദ്രയ്ക്ക് കൂടെയുണ്ട് ആലുങ്കൽ ബെഡ് എംപോറിയം. ട്രെൻഡിംഗ് ആയ ലാറ്റക്സ് ബെഡുകളും മെമ്മറി ബെഡുകളും സ്പ്രിംഗ് ബെഡുകളും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആലുങ്കൽ ബെഡ് എംപോറിയം, കുറുമല, മാലക്കുളത്തിന് സമീപം, ചേലക്കര. ഗ്രാമപഞ്ചായത്തിന് ലഭിക്കേണ്ട ഫണ്ടുകൾ UDF സർക്കാർ വെട്ടിച്ചുരുക്കിയതിനെതിരെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം. വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് അതാത് പ്രദേശത്തെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് UDF ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷാംഗങ്ങളായ BJPയിലെ 3 അംഗങ്ങളും കൂടാതെ കോൺഗ്രസിലെ 9 അംഗങ്ങളും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോവുകയായിരുന്നു. മുൻ LDF സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നൽകാനുള്ള തുക നൽകാത്ത വേളയിൽ LDF സർക്കാരിന്റെ പിടിപ്പുകേട് മറച്ചുപിടിച്ച് നിലവിലെ UDF സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നിരയിലെ BJP, കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഭാരതീയ ജനതാ പാർട്ടിയിലെ സഞ്ജിത് തങ്കപ്പൻ, P. കൃഷ്ണകുമാർ എന്നിവരും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UDFിലെ T. നിർമ്മല, ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് തുടങ്ങിയവരും പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകി. പ്രിയമുള്ളവരെ, നമസ്കാരമുണ്ട്. ഇന്നിങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇന്നിവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കലും ആ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരും കോൺഗ്രസ് മെമ്പർമാരും അതിനെ എതിർത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം നമ്മുടെ കൂടെയുള്ള മെമ്പർ വിശദമായി പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കഴിഞ്ഞ 10 വർഷം ഭരിച്ച LDF സർക്കാർ, ആ സർക്കാരിന്റെ ആ കെടുകാര്യസ്ഥത മറച്ചു വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭരണസമിതി ഇന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ എതിർക്കുന്ന ഈ സമീപനത്തിനെയാണ് BJP എതിർത്തിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട ഏതാണ്ട് 2000 കോടി രൂപയോളം അടുത്ത തുക കൊടുക്കാതെ വന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് അത്തരത്തിൽ SCP ഫണ്ട് ഏകദേശം 33% രൂപ SCP ഫണ്ട് വിഹിതം കുറച്ചു. ഡെവലപ്മെന്റ് ഫണ്ട് 33% രൂപയോളം കുറച്ചു. സ്പെഷ്യൽ പർപ്പസ് ഗ്രാന്റ് 33% രൂപയോളം കുറച്ചു. അത്തരത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് 2 മുതൽ 3 കോടി രൂപ വരെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഗവൺമെന്റ് കുറക്കുകയുണ്ടായി. ആ വിഷയം കൂടി പ്രമേയത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ BJP ആ പ്രമേയത്തെ അനുകൂലിക്കാമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ UDF ഭരണത്തിൽ ശ്രീമാൻ VD സതീശൻ അധികാരത്തിൽ വന്നപ്പോഴാണ് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പണത്തിന്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും പറയുകയുണ്ടായി. എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു തീരുമാനമാണ് പ്രമേയത്തിലൂടെ ഇടതുപക്ഷം ഉദ്ദേശിച്ചത്. അവരുടെ പാർട്ടി നയങ്ങൾ നടപ്പിലാക്കുക എന്നല്ലാതെ കേരളത്തിൽ 10 വർഷം ഭരിച്ച ഇടതുപക്ഷം പ്രത്യേകിച്ച് ധൂർത്തും അഴിമതിയും നടത്തി കേരളത്തിലെ ഖജനാവ് തന്നെ കാലിയാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. 5,15,000 കോടി രൂപ ബാധ്യതയാണുള്ളത്. 10 വർഷം കൊണ്ട് മാത്രം ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് മുൻ ഗവൺമെന്റ് കേരളത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത്. കാര്യമായ ഒരു ഖജനാവും ഈ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് UDFന്റെ നേതൃത്വത്തിൽ നമ്മുടെ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനെതിരെ ഞങ്ങൾ UDF മെമ്പർമാർ ഞങ്ങളുടെ വിയോജനം രേഖപ്പെടുത്തി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ഗവൺമെന്റിനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം VD സതീശന്റെ ഗവൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് നാട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ മെനക്കെട്ടത്. CCV ന്യൂസ്, പഴയന്നൂർ. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര.